ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണിത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട്, ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഡയഗ്രാം. ഈ ഡയഗ്രത്തിൻ്റെ ബേസിലാണ് കെയ്ൻസ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് വൈ ആക്സിൽ എക്സ് ആക്സിൽ എന്താണെന്ന് നോക്കാം. വൈ ആക്സിൽ അഗ്രിഗേറ്റ് ഡിമാൻഡാണ്, എക്സ് ആക്സിൽ ഇൻകം, ഔട്ട്പുട്ട്, എംപ്ലോയ്മെൻറ്റ് എന്നിവയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി ഡയഗ്രാം അതിലെ കർവ്സുകളാണ് പ്രധാനം. അതിൽ ആ 45 ഡിഗ്രി ആംഗിൾ ലൈൻ കണ്ടോ, അതാണ് അഗ്രിഗേറ്റ് സപ്ലൈ. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ ഒരു എക്കണോമിയിൽ മൊത്തത്തിലുള്ള സപ്ലൈ ആണ് കേട്ടോ. ഒരു എക്കണോമിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും, അതിന് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് C+S ആണ്, കൺസംഷൻ പ്ലസ് സേവിങ് ആണ്. ഓക്കെ, അത് എല്ലാ കൺസംഷനും സേവിങ്ങും എടുത്തു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് സപ്ലൈ കിട്ടുന്നു എന്നുള്ള അനുമാനത്തിനാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു, ഇതിന് വേറൊരു പേരുണ്ട്, നാഷണൽ ഇൻകം. അഗ്രിഗേറ്റ് സപ്ലൈ നാഷണൽ ഇൻകം എന്നും അറിയപ്പെടുന്നു. അതായത് ഈ സപ്ലൈ കൺസംഷനും സേവിങ്ങും, എല്ലാ കൺസംഷനും എല്ലാ സേവിങ്ങും എടുത്തു കഴിഞ്ഞാൽ ആ എക്കണോമിയിൽ മൊത്തത്തിലുള്ള വരുമാനം കിട്ടുന്നതുകൊണ്ടാണ് ഇതിന് നാഷണൽ ഇൻകം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി ആ എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ റെഡ് ലൈൻ കണ്ടോ, അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. അത് AD കർവ്. അതായത് AD എന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഒരു എക്കണോമിയിലെ അഗ്രിഗേറ്റ് ആണെന്ന് ആലോചിക്കുക. ഒരു എക്കണോമിയിലെ എല്ലാ കൺസംഷനും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും, അതായത് കൺസംഷൻസ് വരുന്നത് ഹൗസ് ഹോൾഡിലാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഫേംസിലാണ്. അപ്പം എല്ലാ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റുകളും ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്ക് അത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആകുന്നു. ഓക്കെ, ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് കർവുകൾ. ഇത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ, അതായത് ഡിമാൻഡും സപ്ലൈയും, അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെയാണ് AD = AS എന്ന് കാണിച്ചിരിക്കുന്നത്. അതിൽ E എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടുത്തെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് OY ആണ്. അത് ഞാൻ ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിൽ ആ ഇയിൽ നിന്ന്, ആ ഇക്വിലിബ്രിയം ലെവലിൽ നിന്ന് എക്കണോമി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, പിന്നെ ആ ഇക്വിലിബ്രിയം ലെവലിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ എക്കണോമിക്ക് എന്ത് സംഭവിക്കുന്നു, ഇതൊക്കെയാണ് ഈ തിയറിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഡയഗ്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി വരുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പോകുന്നത്. ഇനി എൻ്റെ എക്സ്പ്ലനേഷൻസ് നോക്കാം. അക്കോർഡിംഗ് ടു ദ കെയ്നീഷ്യൻ തിയറി, ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഇൻ ആൻ എക്കോണമി ഈസ് ഡിറ്റർമൈൻഡ് വെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ C+I കർവ്, അത് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കുക, ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് AS കർവ്, അതായത് റെപ്രസെൻറ്റഡ് ബൈ CS കർവ്. ഇത് രണ്ട് എവിടെയാണ് ഇക്വിലിബ്രിയത്തിൽ വരുന്നത്, അവിടെയാണ് ഒരു എക്കണോമി ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. ഇക്വിലിബ്രിയം എന്താണെന്ന് ഞാൻ വിശദമായിട്ട് പറയാം. അതിന് മുമ്പ് അതിൽ C എന്ന് പറഞ്ഞെടുക്കാൻ, അതായത് C എന്ന് പറയുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചറാണ്. അത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇറ്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് ദ ലെവൽ ഓഫ് ഇൻകം. ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ, അവരുടെ ഉപഭോഗം, ആൾക്കാർ സാധനങ്ങൾ മേടിക്കുന്നത് കൂടുന്നു എന്നൊരു അസംഷനാണ് ഇതിലുള്ളത്. ദാറ്റ് ഈസ് കൺസംഷൻ റൈസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ, പിന്നെ അതിലൊരു I ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഓട്ടോണമസ് ആണ്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നില്ല. അതൊരു ഡിഫോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു എക്കണോമിയിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് വേരി ചെയ്യാത്ത ഒരു ബേസിക് ലെവലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതാണ് ഈ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലെവൽ ഓഫ് ഇൻകം. ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഓട്ടോണമസ്. ഇനി ഞാൻ നേരത്തെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞല്ലോ, ആ ഇക്വിലിബ്രിയം എത്തുന്ന സ്റ്റേജിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് AD = AS എന്ന് പറയുന്ന സ്റ്റേജിൽ ഇക്വിലിബ്രിയത്തിൽ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് സപ്ലൈ അഗ്രിഗേറ്റ് ഡിമാൻഡും ഈക്വൽ. അതായത് ഏത് എക്കണോമിയിൽ വിൽക്കാൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ആൾക്കാർ അതൊന്ന് മേടിക്കുന്നു, മാർക്കറ്റ് ക്ലിയർ ആവുന്നു. അവിടെ അധികമായിട്ട് ആരും ഡിമാൻഡ് ചെയ്യുന്നില്ല, എന്താണ് വിഭവങ്ങൾക്ക് ഷോർട്ടേജും വരുന്നില്ല. അതാണ് എഫക്റ്റീവായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം, അത് മനസ്സിലാക്കിയിട്ട് ബാക്കി നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദാറ്റ് ലെവൽ ഓഫ് AD, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ്, വിച്ച് ബിക്കംസ് എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു AS. അഗ്രിഗേറ്റ് സപ്ലൈക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ആകുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റീവായിട്ടുള്ള, എക്കണോമിക്ക് തകരാറൊന്നും ഇല്ലാത്തൊരു ഡിമാൻഡ്, അതാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇഫ് ദർ ഈസ് എനി ഡീവിയേഷൻ ഫ്രം ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡീവിയേഷൻ. ഞാൻ പറഞ്ഞ E എന്ന് പറഞ്ഞ പോയിന്റ് മുകളിലോട്ടോ താഴോട്ടോ പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ദാറ്റ് ഈസ് വെൻ പ്ലാൻഡ് സ്പെൻഡിങ്, അഗ്രിഗേറ്റ്, അതായത് സ്പെൻഡിങ് ആണല്ലോ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സ്പെൻഡ് ചെയ്യുമ്പം ഡിമാൻഡ് ചെയ്യപ്പെടുകയാണല്ലോ. അപ്പം അഗ്രിഗേറ്റ് ഡിമാൻഡ്, അതായത് പ്ലാൻഡ് സ്പെൻഡിങ് ഈസ് നോട്ട് ഈക്വൽ ടു പ്ലാൻഡ് ഔട്ട്പുട്ട്. ഈക്വൽ അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കും, ദെൻ എ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ സ്റ്റാർട്ട് ഇൻ ദ എക്കോണമി. അപ്പോഴാണ് എക്കോണമിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് വിൽ ടെൻഡ് ടു അഡ്ജസ്റ്റ് അപ്പ് ഓർ ഡൗൺ അൺടിൽ ADS ആൻഡ് AS ആർ ഈക്വൽ അഗെയിൻ. അതായത് ഔട്ട്പുട്ട്, എക്കണോമിയിലെ ഔട്ട്പുട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും എവിടേക്ക് തന്നെ വരും, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ആകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്.
നമുക്ക് വെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് മോർ ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ കാട്ടിലും കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ, അതായത് ഡിമാൻഡ് കൂടുതലാണ് എന്നാൽ ആവശ്യത്തിനുള്ള സാധനങ്ങളും സേവനങ്ങളും ആ എക്കണോമിയിൽ ഇല്ല, അതായത് ആൾക്കാർ മേടിക്കാനുണ്ട് എന്നാൽ സാധനങ്ങളില്ല, ആ ഒരു അവസ്ഥ മുൻനിർത്തി നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ AD ഈസ് ഗ്രേറ്റർ ദാൻ AS. അതായത് ഈ അവസ്ഥ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് അഗ്രിഗേറ്റ് സപ്ലൈ കർവിന് മുകളിൽ നിൽക്കുന്നതാണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ച ചിത്രത്തിൽ ഈക്ക് ഇടത് ഭാഗത്തായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ചിത്രം നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നോക്കാം, ഇതിൻ്റെ വിശദീകരണം നോക്കാം. വെൻ പ്ലാന്റ് സ്പെൻഡിങ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് മോർ ദാൻ പ്ലാന്റ് ഔട്ട്പുട്ട് AS, ദെൻ C+I കർവ് ലൈസ് എബവ് ദ 45 ഡിഗ്രി ആംഗിൾ ലൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ 45 ഡിഗ്രി ആംഗിൾ മുകളിലാണ് ഇത് സംഭവിക്കുന്നത്, ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് വരുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആൻഡ് ഫേംസ് ടുഗദർ വുഡ് ബി ബൈയിങ് മോർ ഗുഡ്സ് ദാൻ ഫേംസ് ആർ വില്ലിംഗ് ടു പ്രൊഡ്യൂസ്. അതായത് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഗുഡ്സിനെ കാട്ടിലും കൂടുതൽ മേടിക്കാൻ ആര് തയ്യാറാണ്? കൺസ്യൂമേഴ്സ് തയ്യാറാണ്. കൺസ്യൂമേഴ്സും ഫേംസും അവർ മറ്റ് ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാട്ടിലും കൂടുതൽ അവർ മേടിക്കാൻ തയ്യാറാണ്. ഡിമാൻഡ് കൂടുതലാണെന്ന് അർത്ഥം. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിക്കും? ആസ് എ റിസൾട്ട് ദ പ്ലാൻഡ് ഇൻവെൻട്രി, അതായത് ഇൻവെൻട്രി നമുക്കറിയാം. ഓക്കെ, ആ ഗോഡൗണിൽ വെച്ചേക്കുന്ന ഇൻവെൻട്രി വുഡ് ഫാൾ ബിലോ ദ ഡിസൈഡ് ലെവൽ. അപ്പോൾ ഇൻവെൻട്രി ഡിസൈഡ് ലെവലിനേക്കാൾ ആഗ്രഹിച്ച, അതായത് ആൾക്കാർ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ആ ലെവലിനെക്കാട്ടിലും താഴെയാണ് ഇൻവെൻട്രി ലെവൽ. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കാൻ പോണത്? ആൾക്കാർ ഉദ്ദേശിച്ച ആ ലെവലിലേക്ക് ഇൻവെൻട്രി കൊണ്ടുവരണ്ടേ? അപ്പോൾ ടു ബ്രിങ് ദ ഇൻവെൻട്രി ബാക്ക് ടു ദ ഡിസൈഡ് ലെവൽ ഫേംസ് വുഡ് റിസോർട്ട് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ. അവർ പ്രൊഡക്ഷൻ കൂട്ടാൻ തുടങ്ങും. ആ അഗ്രിഗേറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന്, ആൾക്കാർ മേടിക്കാൻ ഒരുപാട് ആളുണ്ട്, അത് മീറ്റ് ചെയ്യുന്നതിന് ആ ഫേംസ് പ്രൊഡക്ഷൻ കൂട്ടാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇറ്റ് വിൽ ഇൻക്രീസ് ദ എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ അവസരങ്ങൾ കൂടുതലുണ്ടാകും. ആൻഡ് ഔട്ട്പുട്ട് ലെവൽ കൂടുന്നു, വിച്ച് ഇൻ ടേൺ വിൽ റൈസ് ദ ഇൻകം ലെവൽ. അപ്പോൾ ഇൻകം ലെവൽ കൂടുന്നു. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ദ എക്കോണമി ഈസ് ബാക്ക് അറ്റ് ഔട്ട്പുട്ട് ലെവൽ OY. അപ്പോൾ തിരിച്ച് OY ലെവൽ, ഞാൻ ആദ്യം ചിത്രം കാണിച്ചാൽ പറഞ്ഞായിരുന്നു, ആ OY ലെവൽ എന്ന ഔട്ട്പുട്ടിലേക്ക് എക്കോണമി എത്തുന്നവരെ ഈ പ്രോസസ്സ് തുടരും. അപ്പോൾ വെയർ AD ബിക്കംസ് ഈക്വൽ ടു AS. അപ്പോൾ അതിലെന്താണുള്ളത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ആയിട്ടുള്ള അവസ്ഥയാണ്. ആൻഡ് ദർ ഈസ് നോ ഫർദർ ടെൻഡൻസി ടു ചേഞ്ച്. പിന്നെ ഒരു ചേഞ്ച് ആകാനുള്ള ടെൻഡൻസി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എക്കോണമി എത്തുന്നു. ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി നിന്നുള്ള അവസ്ഥ. ഇനി നമുക്ക് നേരെ തിരിച്ചുള്ളൊരവസ്ഥ നോക്കാം. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ അഗ്രിഗേറ്റ് സപ്ലൈ, അത് AD ലെസ് ദാൻ AS. അത് ആ ഇക്വിലിബ്രിയം ലെവലിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അത് 45 ഡിഗ്രി ആംഗിൾ ലൈൻ അഗ്രിഗേറ്റ് സപ്ലൈ മുകളിൽ നിൽക്കും, AD ലൈൻ താഴെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. വെൻ AD ഈസ് ലെസ് ദാൻ AS, ദെൻ C+I കർവ് ഈസ് ലൈസ് ബിലോ ദ 45 ഡിഗ്രി ആംഗിൾ ലൈൻ. മനസ്സിലായില്ലേ? ഇറ്റ് മീൻസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആൻഡ് ഫേംസ് ടുഗദർ വുഡ് ബി ബൈയിങ് ലെസ്സർ ഗുഡ്സ് ദാൻ ഫേംസ് ആർ വില്ലിംഗ് ടു പ്രൊഡ്യൂസ്. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ കൺസ്യൂമേഴ്സും മറ്റ് ഫേംസ് ഉണ്ടാക്കുന്ന ഗുഡ്സിൻ്റെ അത്രയും മേടിക്കാനുള്ള, അവർ ഉണ്ടാക്കുന്ന ഗുഡ്സ് അത്രയും മേടിക്കാനുള്ള ഡിമാൻഡ് ഇവർക്കില്ല, അവർ അത്രയും മേടിക്കുന്നില്ല. ആസ് എ റിസൾട്ട് ദ പ്ലാൻഡ് ഇൻവെൻട്രി വുഡ് റൈസ്. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് ഇൻവെൻട്രി ലെവൽ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. അതായത് ടു ക്ലിയർ ദ അൺവാണ്ടഡ് ഇൻക്രീസ് ഇൻ ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രി ലെവൽ കൂടുതലല്ലേ, സപ്ലൈ കൂടുതൽ, ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പം അത്രയും പ്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, ആൾക്കാർ കുറച്ചേ മേടിക്കുന്നുള്ളൂ എന്ന സെൻസിൽ മനസ്സിലാക്കുക. ഫേംസ് പ്ലാൻ ടു ഡിക്രീസ് ദ പ്രൊഡക്ഷൻ. അവർ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. ഇറ്റ് വിൽ ഡിക്രീസ് ദ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ലെവൽ. എംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് ഇതെല്ലാം കുറയുന്നു. വിച്ച് ഇൻ ടേൺ വിൽ റെഡ്യൂസ് ദ ഇൻകം ലെവൽ കുറയുന്നു. ഓക്കെ, ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ദ എക്കണോമി ഈസ് ബാക്ക് അറ്റ് ദ ഔട്ട്പുട്ട് ലെവൽ OY. അപ്പോൾ തിരിച്ച് OY ലെവൽ ഔട്ട്പുട്ടിലേക്ക് എത്തുന്നവരെ ഈ പ്രോസസ്സ് തുടരുന്നു. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആണ്. AD ബിക്കംസ് ഈക്വൽ ടു AS ആൻഡ് ദർ ഈസ് നോ ഫർദർ ടെൻഡൻസി ടു ചേഞ്ച്. പിന്നെ ചേഞ്ച് ആവാനുള്ള ടെൻഡൻസി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നു എന്നാണ് കെയ്ൻസ് പറയുന്നത്. ഇനി ഈ തിയറിയിൽ കെയ്ൻസ് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിയിലെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓൺട്രപ്രണർ എല്ലാവരും എംപ്ലോയി ആയിരിക്കുന്ന, അവർക്ക് തൊഴിൽ ലഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ആരും തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സംഗതിയിൽ എല്ലാവർക്കും തൊഴിലുള്ള ഒരു അവസ്ഥയാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അഥവാ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, അവർ സ്വമേധയാ തൊഴിൽ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥ ഇക്വിലിബ്രിയമായിട്ട്, അതായത് AD ഈസ് ഈക്വൽ ടു AS എന്നുള്ള അവസ്ഥയുമായിട്ട് ബന്ധമില്ല. ചിലപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് AD ഈസ് ഈക്വൽ ടു AS എന്ന പോയിൻറ്റിന് മുകളിലായിരിക്കാം, ചിലപ്പോൾ അതിന് താഴെ ആയിരിക്കാം. മനസ്സിലായില്ല? ഇക്വിലിബ്രിയത്തിന് താഴെയോ മേലിലോ ആയിരിക്കാം. അതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. നോക്കുക, ഇറ്റ് മസ്റ്റ് ബി നോട്ടഡ് ദാറ്റ് ഇക്വിലിബ്രിയം ലെവൽ മേ ഓർ മേ നോട്ട് ബി അറ്റ് ദ ലെവൽ ഓഫ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതിന് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കാം, ചിലപ്പോൾ ഈക്വൽ അല്ലാതായിരിക്കാം. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഈവൻ അറ്റ് എ
ലെവൽ ലോവർ ദാൻ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിന് താഴെ ആയിരുന്നാലും ഇക്വിലിബ്രിയം പോസിബിൾ ആണ്, AD ഈസ് ഈക്വൽ ടു AS പോസിബിൾ ആണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, കെയ്ൻസിൻ്റെ ഒപ്പീനിയൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.